അതിവേഗ റെയിലിനുള്ള വിജ്ഞാപനം പുറത്തിറക്കി സംസ്ഥാന സർക്കാർ. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താവിശേഷങ്ങളുമായി ജനയുഗം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. അതിവേഗ റെയിലിനുള്ള വിജ്ഞാപനം പുറത്തിറക്കി സംസ്ഥാന സർക്കാർ. RRTS പ്രായോഗികവും സാമൂഹികവുമായി അംഗീകരിക്കപ്പെട്ടതും ആണെന്ന് വിജ്ഞാപനത്തിൽ പറയുന്നു. 20% കേന്ദ്ര സംസ്ഥാന സഹായവും 60% അന്താരാഷ്ട്ര ധനസ്ഥാപനങ്ങളിൽ നിന്നുള്ള വായ്പയും ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. RRTS മാതൃകയിൽ അതിവേഗ റെയിൽ നടപ്പാക്കണമെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ സമര നാടകം. ശബരിമല സ്വർണ്ണക്കൊള്ള ഉന്നയിച്ചാണ് അതിരുകടന്ന പ്രതിപക്ഷ പ്രതിഷേധം. പ്ലക്കാർഡുകളുമായി സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങിയ പ്രതിപക്ഷ അംഗങ്ങൾ സ്പീക്കർ AN ഷംസീറിന്റെ മുഖം മറച്ചുകൊണ്ട് ബാനർ വലിച്ചുയർത്തുകയും ചെയ്തു. അൻവർ സാദത്ത് MLA സ്പീക്കറുടെ ചേംബറിൽ കയറാനും ശ്രമിച്ചു. തുടർന്ന് വാച്ച് ആൻഡ് വേർഡ് പ്രതിപക്ഷ അംഗങ്ങളെ തടഞ്ഞു. പ്രതിഷേധം കടുത്തതോടെ സ്പീക്കർ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റുപോയി. ബലാത്സംഗ കേസിലെ പ്രതി രാഹുൽ മാങ്കൂട്ടത്തലിനെ MLA സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കുന്നതിനെ എതിർത്ത് കോൺഗ്രസ്. രാഹുൽ മാങ്കൂട്ടത്തലിനെ അയോഗ്യനാക്കണമെന്ന് പരാതി നൽകിയ DK മുരളിയെ നിയമസഭാ പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി 23-ന് ഹിയറിംഗ് നടത്തും. തെരഞ്ഞെടുക്കപ്പെട്ട MLAയെ അയോഗ്യനാക്കുന്നത് തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കുമെന്നാണ് കോൺഗ്രസ് നിലപാട്. ഇതേ നിലപാട് തന്നെയാണ് UDF-ലെ മറ്റ് ഘടകകക്ഷികൾക്കുമുള്ളത്. ലോക്സഭയിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ 8 MPമാർക്ക് സസ്പെൻഷൻ. ലോക്സഭയിലെ ബഹളത്തിനിടെ സെക്രട്ടറി ജനറലിന്റെ മേശപ്പുറത്ത് കയറിയതിനും കടലാസുകൾ കീറിയെറിഞ്ഞതിനുമാണ് നടപടി. കേരളത്തിൽ നിന്നുള്ള MPമാരായ ഹൈബി ഈഡൻ, ഡീൻ കുര്യാക്കോസ് എന്നിവർക്ക് പുറമെ അമരീന്ദർ സിംഗ്, രാജ വാറിൻ, മാണിക്കം ടാഗോർ, ഗുർജിത് സിംഗ് ഔജില, പ്രശാന്ത് യഡാറാവു പടോലെ, കിരൺ കുമാർ റെഡ്ഡി, വെങ്കട്ടരാമൻ തുടങ്ങിയവരാണ് നടപടി നേരിട്ട മറ്റ് MPമാർ. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയിയുടെ മരണത്തിൽ അന്വേഷണം ഊർജിതമാക്കി പ്രത്യേക അന്വേഷണ സംഘം. റോയിയുടേതായി കണ്ടെത്തിയ ഡയറി കുറിപ്പുകളെ ആത്മഹത്യാക്കുറിപ്പായി പരിഗണിക്കാനാകില്ലെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. കുടുംബത്തോട് ക്ഷമ ചോദിക്കുന്നുവെന്നും താൻ ഒരു എക്സ്ട്രീം സ്റ്റെപ്പ് എടുക്കുകയാണെന്നും റോയ് ഡയറി കുറിപ്പിൽ കുറിച്ചിരുന്നു. ആത്മഹത്യാക്കുറിപ്പിന് സമാനമായ വിവരങ്ങളാണ് ഇതിൽ ഉള്ളതെന്നായിരുന്നു വിവരം. സംസ്ഥാന നേതൃത്വത്തിന് പിന്നാലെ കേന്ദ്ര നേതൃത്വവും തഴഞ്ഞതോടെ തമിഴ്നാട്ടിലെ BJP തെരഞ്ഞെടുപ്പ് ചുമതലകൾ ഒഴിഞ്ഞ് മുൻ അധ്യക്ഷൻ K അണ്ണാമലൈ. BJP മത്സരിക്കാൻ ലക്ഷ്യമിടുന്ന 41 മുൻഗണനാ മണ്ഡലങ്ങളുടെ ചുമതലക്കാരനായി നിയമിച്ചവരിൽ അണ്ണാമലയും ഉൾപ്പെട്ടിരുന്നു. എന്നാൽ തന്നോട് ആലോചിക്കാതെ കേന്ദ്ര സംസ്ഥാന നേതാക്കൾ പല തീരുമാനവും എടുത്തതാണ് അണ്ണാമലയെ ചൊടിപ്പിച്ചത്. സന്തോഷ് ട്രോഫി മത്സരത്തിൽ ക്വാർട്ടർ ഫൈനലിൽ ആതിഥേയരായ അസമിനെ മറുപടിയില്ലാത്ത 3 ഗോളിന് തകർത്ത് കേരളം സെമിയിൽ കടന്നു. സിലാപത്തറിലെ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ നാട്ടുകാരുടെ ആരവങ്ങൾക്കു മധ്യേ കളിക്കാനിറങ്ങിയ അസമിന്റെ വലയിൽ ഇരുപകുതികളിലുമായി കേരളം ഗോളുകൾ അടിച്ചു കയറ്റിയാണ് ത്രസിപ്പിക്കുന്ന ജയം സ്വന്തമാക്കിയത്. മത്സരത്തിന്റെ പൂർണ്ണ ആതിഥ്യവും കേരളം പുലർത്തി. വ്യാഴാഴ്ച നടക്കുന്ന സെമി ഫൈനലിൽ കരുത്തരായ പഞ്ചാബാണ് കേരളത്തിന്റെ എതിരാളികൾ. സംഗീത സംവിധായകൻ SP വെങ്കടേഷ് അന്തരിച്ചു. 70 വയസ്സായിരുന്നു. ചെന്നൈയിലെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. ചെന്നൈയിലെ വീട്ടിലെ ശുചിമുറിയിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. സൂപ്പർ ഹിറ്റായ നിരവധി സിനിമകൾക്ക് അദ്ദേഹം സംഗീതം നൽകിയിട്ടുണ്ട്. കിലുക്കം, മിന്നാരം, ജോണി വാക്കർ, കൗരവർ, സ്ഫടികം, ധ്രുവം, കിഴക്കൻ പത്രോസ്, ഹിറ്റ്ലർ, ദേവാസുരം തുടങ്ങിയ നിരവധി സിനിമകളിലെ ഗാനങ്ങൾക്കും അദ്ദേഹം സംഗീതം നൽകിയിട്ടുണ്ട്. ഓൺലൈൻ കേസിൽ നിന്ന് ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞ് പണം തട്ടിയ സംഭവത്തിൽ BJP നേതാക്കൾക്കെതിരെ കേസെടുത്ത പോലീസ്. BJP മണ്ഡലം ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ, മുൻ സെക്രട്ടറി TS സുനീഷ് എന്നിവർക്കെതിരെയാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ചേലാട് സ്വദേശി ജോർജ്, ഭാര്യ, സഹോദരൻ എന്നിവരാണ് പരാതിക്കാർ. മകനെ ഓൺലൈൻ കേസിൽ നിന്ന് ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞ് 10 ലക്ഷം തട്ടിയെന്നാണ് പരാതി. പാക് സൈന്യവും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയും തമ്മിലുള്ള പോരാട്ടം രൂക്ഷമാകുന്നു. പാകിസ്ഥാനിലെ തെക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയായ ബലൂചിസ്ഥാനിൽ 22 പേരെ കൂടി സുരക്ഷാസേന വധിച്ചു. 2 ദിവസത്തിനിടെ 177 പേരെയാണ് സേന വധിച്ചത്. വിഘടനവാദ സംഘടനയായ ബലൂച്ച് ലിബറേഷൻ ആർമി അംഗങ്ങളാണ് കൊല്ലപ്പെട്ടവരിലേറെയും.
ജനയുഗം ടോപ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗം വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.